ലൂണക്ക് പിന്നാലെ നോവയും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു സ്ഥിരീകരിച്ച് ക്ലബ്ബ്. കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അനിശ്ചിതത്വത്തെ തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊഴിഞ്ഞുപോവലുകൾ തുടരുന്നു. ടിയാഗോ ആൽവാസ്, അഡ്രിയാൻ ലൂണ എന്നിവർക്ക് പിന്നാലെ നോവ സദോയും ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. പുതുവത്സര ദിനത്തിലാണ് ആരാധകരെ ഞെട്ടിച്ച് പ്രിയപ്പെട്ട താരം അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുന്നതായി പ്രഖ്യാപിച്ചത്. താരവും ലോൺ അടിസ്ഥാനത്തിൽ വിദേശ ക്ലബ്ബിന് വേണ്ടി കളിക്കാൻ പോവുകയാണെന്നാണ് ക്ലബ്ബ് ഔദ്യോഗികമായി അറിയിച്ചത്. ഇപ്പോഴിതാ നോവയും ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. 4 വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ഉറുഗ്വേക്കാരനായ 33-കാരനായ അഡ്രിയാൻ ലൂണ. 2021 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള താരമാണ് അഡ്രിയാൻ ലൂണ. 87 മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സി അണിഞ്ഞ ലൂണ 15 ഗോളുകളാണ് നേടിയത്. ISL തുടങ്ങാൻ വൈകുന്നത് ക്ലബ്ബുകളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. മുൻ ഗോവ FC താരം കൂടിയായ നോവ സദോയെയാണ് ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന് പലരും കരുതിയിരുന്നത്. പക്ഷേ 2026 മെയ് 31 വരെ നോവയ്ക്ക് ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഉണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യം താരത്തെ പുതിയ തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നിട്ടുണ്ടായിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും സൂപ്പർ താരമായിട്ടുള്ള നോവ സദോയും അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് തന്നെ ഔദ്യോഗികമായാണ് ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. താരം പോയത് നമുക്കെല്ലാവർക്കും അറിയാം. ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരമായിട്ടുള്ള തിയാഗോ ആൽവസ് താരം പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ വാർത്ത കേട്ടപ്പോൾ, തിയാഗോ ആൽവസ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു എന്നുള്ള ആ വാർത്ത കേട്ടപ്പോൾ തന്നെ എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെയധികം സങ്കടം ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടുപിറകെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച താരമായിരുന്ന, നമ്മൾ ഓരോരുത്തരും നെഞ്ചിലേറ്റിക്കൊണ്ടിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ആ താരവും പടിയിറങ്ങിയിരിക്കുകയാണ്. വേറെ ആരുമില്ല, ലൂണയും പടിയിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ലൂണ പടിയിറങ്ങുന്നതല്ല, അദ്ദേഹം ലോൺ അടിസ്ഥാനത്തിലാണ് പോയത്. എന്നിരുന്നാലും ഇനി ISL ഈ സീസണിൽ നടന്നാൽ തന്നെ ലൂണ ഈ സീസണിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു സങ്കടം കൂടി ഞാൻ ഇവിടെ അറിയിക്കണം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൂണക്ക് പിന്നാലെ ഇതാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത സൂപ്പർ താരമായിട്ടുള്ള ലൂണയെ പോലെ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ നെഞ്ചിൽ ഇടം നേടിയ ഒരു താരം കൂടിയായിരുന്നു നോവ സദോയും അങ്ങനെ പടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സങ്കടം നൽകുന്നതാണ്. കാരണം എന്താ പറയേണ്ടിയെന്നറിയുന്നില്ല, എങ്ങനെ സങ്കടം ഒതുക്കുക എന്നറിയില്ല. കാരണം വളരെ പ്രിയപ്പെട്ട 3 താരങ്ങളാണ് തിയാഗോ ആൽവസ്, ലൂണ, നോവ സദോയ് എന്നൊക്കെ പറയുന്നത്. അവർ 3 പേരും ഒറ്റയടിക്ക്, അതും പുതുവത്സര ദിനത്തിൽ, ന്യൂ ഇയറിന് ഇമാതിരി ഒരു സമ്മാനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന് ഏതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും കരുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇതിനോടുള്ള നിങ്ങളുടെ മറുപടി താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.